എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വിവാദങ്ങൾ ആർക്ക് തുണയാവും? പരസ്യപ്രചാരണം അവസാന മണിക്കൂറിലേക്ക് എത്തിയപ്പോൾ റോഡുകൾ കൈയടക്കി പാർട്ടി പ്രവർത്തകരുടെ ഡിജെയും ഡാൻസും ആഘോഷവും. അവസാന മണിക്കൂറുകളിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം നിലമ്പൂർ ടൗൺ വിവിധ പാർട്ടി പ്രവർത്തകരാൽ തിങ്ങി നിറഞ്ഞു. റോഡ് ഷോയുമായി LDF, UDF, BJP, SDPI സ്ഥാനാർത്ഥികളും അനുയായികളും പ്രചാരണം കൊഴുപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മുതൽ രാത്രി 7 വരെ KNG റോഡ് പൂർണ്ണമായും സ്തംഭിച്ചു. 2 ആഴ്ചയിലേറെ നീണ്ടുനിന്ന വാശിയേറെ പ്രചാരണത്തിനൊടുവിലാണ് നിലമ്പൂർ കൊട്ടിക്കലാശത്തിലേക്ക് കടന്നത്. വിവാദങ്ങളും ജനകീയ വിഷയങ്ങളുമെല്ലാം ചർച്ചയായ നിലമ്പൂർ വ്യാഴാഴ്ചയാണ് വിധിയെഴുതുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടാകുമെന്ന് UDFും സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് ജനം പിന്തുണ നൽകുമെന്ന് LDFും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഗെയിം ചേഞ്ചറായി PV അൻവറിന്റെ രംഗപ്രവേശനവും ജയപരാജയങ്ങളെ സ്വാധീനിക്കും. NDA, SDPI സ്ഥാനാർത്ഥികൾ സ്വന്തമാക്കുന്ന വോട്ടുകളിലെ ഏറ്റക്കുറച്ചിലുകൾ ആർക്ക് ഗുണകരമാകുമെന്നും കണ്ടറിയണം. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. UDFനായി ആര്യാടൻ ഷൌക്കത്ത്, LDFനായി M സ്വരാജ്, സ്വതന്ത്രനായി PV അൻവർ, NDAയ്ക്കായി മോഹൻ ജോർജ്, SDPIക്കായി അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തുടി തുടങ്ങിയവരാണ് മത്സരരംഗത്തുള്ളത്. കൊട്ടിക്കലാശത്തിൽ സംഘർഷമൊഴിവാക്കാൻ വിവിധ സ്ഥാനാർത്ഥികൾക്ക് പോലീസ് വെവ്വേറെ സ്ഥലം നിശ്ചയിച്ച് നൽകിയിരുന്നു. കലാശക്കൊട്ടൊഴിവാക്കിയ PV അൻവർ യഥാർത്ഥ കലാശക്കൊട്ട് 19-നാണെന്നും അന്ന് പിണറായി സത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയടിക്കുമെന്നും പറഞ്ഞു. PV അൻവർ ചന്തക്കുന്നിലെ പൊതുപ്രകടനത്തിലുമാണ് പങ്കെടുത്തത്. ഇനി നിശബ്ദ പ്രചരണത്തിലെ അടിയൊഴുക്കുകളിലാണ് മുന്നണികൾ കണ്ണുവെക്കുന്നത്. മഴയെ അതിജീവിച്ചും പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് മുന്നണികളും പ്രവർത്തകരും. വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ M സ്വരാജ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെത്തിയപ്പോൾ മുതൽ LDF ക്യാമ്പ് ആവേശത്തിലാണ്. അതിന്റെ കൊടുമുടി കൊട്ടിക്കലാശത്തിലും പ്രകടമായി. മഴ നനഞ്ഞുകുളിച്ച് സ്വരാജ് പ്രവർത്തകർക്ക് നടുവിൽ നിന്നപ്പോൾ മുദ്രാവാക്യം വിളികളും ആഘോഷങ്ങളും കൂടുതൽ ഉച്ചത്തിലായി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിപ്പട തന്നെ മണ്ഡലത്തിലെത്തി. ഒരൊറ്റ വോട്ടും ചോരിലെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. ആര്യാടൻ മുഹമ്മദിന്റെ കോട്ട ഇക്കുറി തിരികെ പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് UDFന്. ചിട്ടയായ പ്രചരണം, പ്രിയങ്കയുടെ വരവ് എല്ലാം UDF ക്യാമ്പിനെ ആവേശം കൊള്ളിച്ചു. ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത വൻ ഭൂരിപക്ഷം പിടിക്കാമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൌക്കത്ത്. വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമെങ്കിലും NDAയും SDPIയും സജീവമാണ്. പുതിയ അധ്യക്ഷന്റെ കീഴിൽ അണിനിരക്കുന്ന BJPയുടെ ആദ്യ രാഷ്ട്രീയ പോരാണിത്. CPMനും മുഖ്യമന്ത്രിക്കുമെതിരെ തുടങ്ങിയ അൻവറിന്റെ യുദ്ധവും പിന്നെ തനിച്ചുള്ള പോരാട്ടവും ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അൻവറും പ്രതീക്ഷയിലാണ്. കൊട്ടിക്കലാശമില്ലാതെ വീടുകൾ കയറിയായിരുന്നു അൻവറിന്റെ പ്രചരണം. 25 നാൾ നീണ്ടുനിന്ന പരസ്യ പ്രചരണമാണ് അവസാനിച്ചിരിക്കുന്നത്. പാളയത്തിലെ പടയും നാടകീയ രാഷ്ട്രീയ നീക്കങ്ങളും ആരോപണങ്ങളും വിവാദങ്ങളും കടന്ന് നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലെത്തും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.